മക്കളെ USSൻ്റെ പ്രിപ്പറേഷനിലേക്കുള്ള പുതിയൊരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് നേരെ എന്ത് ചെയ്യാടാ നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകട്ടോ. ഈ ക്വസ്റ്റ്യൻ നോക്കടാ, ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ബ്രാക്കറ്റിൻ്റെ അകത്ത് x-y - z = ഓക്കെ. നമ്മളോട് പറഞ്ഞത് എന്താണ്, നമുക്കൊരു ബ്രാക്കറ്റ് തന്നിട്ടുണ്ട് -z = എന്താണെന്ന് ചോദിച്ചത്. എടാ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് തന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബ്രാക്കറ്റ് തന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് ഓപ്പറേഷനാണ് പറഞ്ഞത് ആ ഓപ്പറേഷൻ നമ്മൾ ചെയ്യും. റെഡി? അങ്ങനെയാണെങ്കിൽ എനിക്കിതിന് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഓപ്പറേഷൻ x - y ചെയ്തു, ശേഷം ഞാൻ എന്ത് ചെയ്തു? -z ചെയ്തു. ഇതായിരിക്കും നമുക്ക് കിട്ടേണ്ട ആൾ. റെഡി? ഈ ആളെ നമുക്ക് കിട്ടണം. അപ്പോൾ ഈ ആൾ ഈ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. അപ്പം നമ്മൾ നോക്കും, എല്ലാ സ്ഥലത്തും നമ്മൾ എല്ലാ ഓപ്ഷൻസും ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കും. നമുക്ക് ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ ചെയ്യാം. ഫസ്റ്റത്തെ ഓപ്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കുള്ളത് x - ഒരു ബ്രാക്കറ്റ് ഉണ്ട് y + z ആണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കൂ, ഈ ബ്രാക്കറ്റിൻ്റെ പുറത്ത് ഒരു മൈനസ് ഉണ്ട്. ഈ ഒരു മൈനസ് ഇങ്ങനെ ഉള്ളോട്ട് കയറുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന പറയടാ, ഈ ബ്രാക്കറ്റ് പൊട്ടിച്ച് ഈ മൈനസ് എന്ത് ചെയ്യടാ ഉള്ളോട്ട് കയറും. ആ ഉള്ളോട്ട് കയറുന്ന സമയത്ത് ഇയാൾക്ക് എന്ത് ചെയ്യും? മൈനസ് വരും. ഇയാൾക്ക് എന്ത് ചെയ്യും? മൈനസ് വരും. കാരണം എന്താണ്? മൈനസും പ്ലസും മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് എന്താ വരിക? മൈനസാണ് വരിക. റെഡി? അങ്ങനെയാണെങ്കിൽ ഈ ആൾ ബ്രാക്കറ്റ് പൊട്ടിച്ച് എന്ത് ചെയ്യടാ ഉള്ളോട്ട് കയറും. അങ്ങനെയാണെങ്കിൽ ബ്രാക്കറ്റ് പൊട്ടിച്ചുകൊണ്ട് കയറി -y വരും. അടുത്ത ആൾ കയറിയ -z വരും. റെഡി? ഈ ആളെയാണോ നമുക്ക് കിട്ടേണ്ടത്? ഈ ആളെയാണോ കിട്ടേണ്ടത്? സിമ്പിളായിട്ട് ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് കിട്ടില്ലേ? റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ഏതോ ലോക്ക് ചെയ്യാൻ പറ്റും. ലോക്ക് ചെയ്യാം. നിങ്ങൾ ലോക്ക് ചെയ്തോ ഓപ്ഷൻ A ആയിരിക്കും. റെഡി? നമുക്ക് അടുത്ത ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. x - y - z. ഈ ബ്രാക്കറ്റ് ഉള്ളോട്ട് കയറുമ്പോൾ എന്ത് ചെയ്യും? ബ്രാക്കറ്റ് ഉള്ളോട്ട് കയറുന്ന സമയത്ത് x - y, ഈ മൈനസും കൂടിയാൽ എന്തായി പോടാ? പ്ലസ് ആവും. മൈനസും കൂടിയാൽ എന്താവും? പ്ലസ് ആകും. രണ്ട് ഓപ്പോസിറ്റുള്ള ആളുകൾ കൂടിയാൽ എന്തായി പോവും? പോസിറ്റീവായി പോവും. റെഡി? അങ്ങനെയാണെങ്കിൽ ഇയാൾ അല്ല എന്ന് മനസ്സിലാവും. ഇയാളാണോ? ഈ പ്ലസ് ഉള്ളോട്ട് കയറുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവിടെ പ്ലസ് ആവും, പക്ഷേ ഇവിടെ എന്ത് ചെയ്യും? മൈനസ് ആവും. രണ്ടാമത്തെ ആൾ പ്ലസ് ആയതുകൊണ്ട് അതുമല്ല. ഇയാൾ ഉള്ളോട്ട് കയറുമ്പോൾ ഇവിടെ പ്ലസ് ആവും, ഇയാൾ ഉള്ളോട്ട് കയറുമ്പോൾ ഇവിടെയും പ്ലസ് ആവും. അപ്പോൾ ഇയാളല്ല. നമുക്ക് ഓപ്ഷൻ അറിയാം, നമ്മൾ ജസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് എന്ത് ചെയ്യുക? ആൻസർ കിട്ടി. റെഡി? ബ്രാക്കറ്റിൻ്റെ ഉള്ളോട്ട് ആളെങ്ങനെ കയറുന്ന ജസ്റ്റ് എന്ത് ചെയ്യാൽ മതി? ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകട്ടോ.